ഹലോ ഫ്രണ്ട്സ്, പല ആൾക്കാർക്കുള്ള സംശയമാണ് ഈ പപ്പിയെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ ഈ പപ്പീസിന് ഗ്രോത്ത് വരണമെങ്കിൽ എന്ത് ഫുഡാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ 5 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ പപ്പീസിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡോഗ്സിന് കൊടുക്കുന്ന ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. പല ആൾക്കാരും നമുക്ക് ആദ്യം പപ്പീസിനെ കിട്ടിയപ്പം ആൾക്കാർ അവർ പറഞ്ഞു തന്നിരുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് അവർ പറയുന്ന ഒരേ ഒരു ബ്രാൻഡാണ് റോയൽ കാനൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് റോയൽ കാനൈൻ സ്റ്റാർട്ടർ കൊടുത്താൽ മതി, അതാണ് നല്ലത്, പപ്പീസിന് നല്ല ഗ്രോത്ത് ഉണ്ടാവുമെന്നൊക്കെ. റോയൽ കാനൈൻ സ്റ്റാർട്ടറിൻ്റെ വില ഏകദേശം 1000-ന് മേലെ വിലയുണ്ട്, 1100-ന് വിലയുണ്ട്. അപ്പോൾ അഡൾട്ട് ഡോഗിന് കൊടുക്കുന്ന കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ഡോഗിന് മിനിമം ഒരു 400, 450, 500 ഗ്രാമിനടുത്ത് ഡെയിലി കൊടുക്കണം. ഇപ്പോൾ റോയൽ കാനൈൻ അങ്ങനെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലിപ്പോൾ ഒരു 7 ഡോഗുണ്ട്. ഇപ്പോൾ 7 ഡോഗിന് 500 ഗ്രാം വെച്ചുകൂടെ 350 കിലോ എങ്കിലും വേണം ഒരു ദിവസം. അപ്പോൾ ഈ 3.5 കിലോ റോയൽ കാനൈൻ വാങ്ങണമെങ്കിൽ 3500 രൂപ ഒരു ദിവസത്തെ ചിലവായിരിക്കും. അങ്ങനെ വരുമ്പോൾ 1 ലക്ഷത്തിന് മേലെ ഒരു മാസത്തെ ചിലവ് വരും. ഒരു മാസത്തെ ചിലവ് 1 ലക്ഷത്തിന് മേലെ വരുമ്പം ഒരു വർഷത്തേക്കുള്ള ചിലവ് എത്ര ആലോചിക്കുക? 12 ലക്ഷം റുപ്യ. ഈ 12 ലക്ഷം റുപ്യ വരുമാനം നമുക്ക് ഈ ഡോഗിൻ്റെ കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ? അപ്പോൾ ഈ പറയുന്ന ബ്രീഡേഴ്സ് പറയും പോലെയൊന്നും നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഈ 1 കിലോൻ്റെ സംഭവങ്ങളൊക്കെ പല ആൾക്കാരും പറയും നമ്മൾ റോയൽ കാനൈനാണ് കൊടുക്കുന്നത്, അതാണ് കൊടുക്കുന്നതൊക്കെ. എനിക്കൊരിക്കലും വിശ്വാസം വരുന്നില്ല. കാരണം റോയൽ കാനൈൻ കൊടുത്തിട്ട് ഒരു പപ്പീനെ അവർ 5-6 മാസമെങ്കിലും കൊടുത്തിട്ടെങ്കിലും ഒരു പപ്പീനെ അവർ കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് പൈസ ബാക്കിയാവില്ല, 100% ഉറപ്പാണ്. കാരണം റോയൽ കാനൈൻ്റെ റേറ്റ് തന്നെ മെയിൻ കാരണം. ഞാനിവിടെ കൊടുക്കുന്നത് ഏതെങ്കിലും ഓൺലൈൻ ഫുഡ് രാവിലെ ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് ഫുഡ് കൊടുക്കും. അത് 20 കിലോൻ്റെ ചാക്കിന് 3000 രൂപയ്ക്ക് താഴെയുള്ള ഫുഡ് ഏതെങ്കിലും കിട്ടുന്ന ഓൺലൈൻ ഫുഡ് കൊടുക്കും. അതിനുശേഷം പപ്പീസിനാണെങ്കിൽ ഉച്ചക്ക് ചിക്കനും ചോറും കൊടുക്കും, വൈകുന്നേരം ചിക്കനും ചോറും കൊടുക്കും. നമ്മളിപ്പോൾ ഒരു 4 കിലോ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 ദിവസം എത്തും. ആ രീതിയിലാണ് 7 ഡോഗ്സ് ഉള്ളതുകൊണ്ട് പപ്പീസും എല്ലാം കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ചിക്കനും ചോറും തന്നെയാണ് ഇവരുടെ മെയിൻ ഭക്ഷണം. അതുകൂടാതെ ഈ പറഞ്ഞ രാവിലത്തെ ഒരു സ്നാക്സ് മാതിരി നമ്മൾ ഡോഗ് ഫുഡ് കൊടുക്കും. ഇതിൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ കഴിയാറില്ല. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഗ്രോത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ഡോഗ്സിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഒരു കുറവുമില്ലല്ലോ. നല്ല അടിപൊളി ഉഷാറായിട്ടുള്ള ഡോഗാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഡോഗിന് കൊടുക്കുക. റോയൽ കാനൈൻ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല എൻ്റെ അഭിപ്രായത്തിൽ. ഈ ബ്രാൻഡ് നല്ലതായിരിക്കാം, അല്ലായിരിക്കാം, പക്ഷേ അത് ഒരു സാധാരണക്കാരനെ കൊണ്ട് താങ്ങുന്ന